സോ ദ ടോപ്പിക് ഈസ് സർക്കിൾ. സർക്കിൾ വരയ്ക്കാൻ നമുക്ക് വേണ്ടത് ഒരു കോമ്പസ് ആണ്. കോമ്പസ് ആൻഡ് പെൻസിൽ. അറിയാലോ ഏതാണ് കോമ്പസ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ എപ്പോഴും പെൻസിലിൻ്റെ എൻഡ് ടിപ്പ് ഷാർപ്പായിരിക്കണം. നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മെഷർമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കോമ്പസിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. പെൻസിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഈ പെൻസിലിൻ്റെ ടിപ്പും അതുപോലെ കോമ്പസിൻ്റെ ടിപ്പും ഒരേ ലൈനിലാണ് നിൽക്കണം ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ ഇപ്പോൾ നോക്കിയേ, ഇതിപ്പോൾ ഇങ്ങനെ വെച്ചു, പെൻസിലിൻ്റെ ടിപ്പ് തട്ടുന്നില്ല. ഇപ്പോൾ ഞാൻ പെൻസിൽ സ്ട്രെയിറ്റായി പിടിക്കുകയാണെങ്കിൽ നമ്മുടെ കോമ്പസിൻ്റെ ടിപ്പ് നിലത്ത് തട്ടുന്നില്ല. ഇപ്പോൾ ഞാൻ ചെറുതാക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, പെൻസിൽ ഇറങ്ങിയിട്ടായിരിക്കും, എന്ന് വെച്ചാൽ കയറിയിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ആദ്യം മെഷർമെൻറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ആ ലെവലിന് നമ്മുടെ കോമ്പസ് അഡ്ജസ്റ്റ്. ഞാൻ ഇവിടെ മെഷർമെൻറ്റ് എടുത്തിട്ടുണ്ട്. 4 സെൻറ്റിമീറ്ററാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ 0-ൽ വേണം നമ്മുടെ കോമ്പസിൻ്റെ ടിപ്പ് വയ്ക്കാൻ, പെൻസിൽ 4-ലും വയ്ക്കാം. ഓക്കെ, അപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റ് എത്രയാണോ പറഞ്ഞത്, 3-ഓ 4-ഓ 4.1-ഓ 4.5-ഓ എത്രയാണോ പറഞ്ഞത് വെച്ചാൽ അത് കറക്റ്റായി എടുത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരിക്കലും ഇപ്പോൾ ഞാൻ പിടിച്ച പോലെ ഒരിക്കലും ഈ കോമ്പസിൻ്റെ ഈ സൈഡിൽ പിടിച്ചിട്ട് വരയ്ക്കാൻ പാടില്ല. എപ്പോഴും ടിപ്പിൽ വേണം നമ്മുടെ ഫിംഗർ വരാൻ. ഈ ടിപ്പ് റൊട്ടേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ വരച്ചു കൊടുക്കാൻ. ഓക്കെ, നമ്മൾ ഇവിടെ പിടിച്ചിട്ട് വേണം നമ്മൾ സർക്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഞാനൊരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഇനി സർക്കിൾ നമ്മൾ കോമ്പസ് കുത്തിയ സ്ഥലം ഉണ്ടല്ലോ സെൻറ്ററിൽ, അപ്പോൾ ഈ ഒരു പോയിൻ്റാണ് ഈ സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞത്, സെൻറ്റർ പോയിൻ്റ്. അപ്പോൾ നമുക്ക് ആ സെൻറ്റർ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഞാനത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റേഡിയസ് ആണ് വരയ്ക്കേണ്ടത്. നമ്മളിപ്പോൾ സർക്കിൾ ഏത് മെഷർമെൻറ്റിലാണോ വരയ്ക്കാൻ പറഞ്ഞത് വെച്ചാൽ അത്രയായിരിക്കും നമ്മൾ റേഡിയസ് ഉണ്ടായിരിക്കുക. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇവിടെ 4 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സർക്കിളാണ് വരച്ചത് വെച്ചാൽ ഇവിടെ 0 മുതൽ ഈ ലൈന്, സർക്കിളിൻ്റെ ഈ ലൈൻ വരെ 4 ആണ്. അപ്പോൾ ഇവിടെ ഈ സെൻറ്ററിൽ നിന്ന് ഇതുവരെ നമ്മുടെ സർക്കിളിൻ്റെ ഈ എൻഡ് ആർക്ക് വരുന്നുണ്ടല്ലോ, എഡ്ജ് വരെയുള്ള ആ ഒരു പോർഷനാണ് റേഡിയസ് എന്ന് പറയുന്നത്. നമുക്കൊരു ലൈൻ വരച്ചു കൊടുക്കാം. സെൻറ്ററിൽ നിന്ന് ഇതിലോട്ട് ലൈൻ വരയ്ക്കാം. സോ റേഡിയസ് ആണത്. സെൻറ്റർ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ലൈനാണ് നമ്മുടെ സർക്കിളിൻ്റെ ഒരു എഡ്ജ് വരെയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ സർക്കിൾ എത്ര റേഡിയസ് ഉള്ള സർക്കിളാണ്? 4 സെൻറ്റിമീറ്റർ റേഡിയസ്. അപ്പോൾ നിങ്ങളോട് ക്വസ്റ്റ്യനിൽ എക്സാമിൽ 4 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള അല്ലെങ്കിൽ 3 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിളോ എന്ത് വരയ്ക്കാൻ പറഞ്ഞാൽ ആ 3 ആണ് അല്ലെങ്കിൽ എത്രയാണ് റേഡിയസ് പറഞ്ഞത് അതാണ് മെഷർമെൻറ്റ് എടുത്ത് വരയ്ക്കേണ്ടത്. ഇനി നമുക്ക് ഡയമീറ്റർ ഉണ്ട്. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സർക്കിളിൻ്റെ ഫുൾ എത്ര സെൻറ്റിമീറ്റർ ഉണ്ടെന്ന് നോക്കണം. അപ്പോൾ ഇവിടെ സെൻറ്ററിൽ നിന്ന് ഇതുവരെ റേഡിയസ് ആണ്. അപ്പോൾ ഇവിടെ മുതൽ ഈ ഒരു എഡ്ജ് മുതൽ ഈ എഡ്ജ് വരെ പോകുന്ന ഒരു ലൈൻ എന്ന് വെച്ചാൽ ആ ലൈന് പ്രത്യേകത കൂടിയുണ്ട്. ഈ സെൻറ്റർ പോയിൻറ്റിലൂടെ കടന്നു വേണം പോകാൻ. ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ സ്കെയിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ ഈ ഒരു എഡ്ജ്, സർക്കിളിൻ്റെ ഈ ഒരു എഡ്ജ് മുതൽ നമ്മളുടെ ഈ ഒരു എഡ്ജ് വരെയുള്ള ലൈന്, ആ ലൈന് സെൻറ്റർ പോയിൻറ്റിലൂടെ പാസ് ചെയ്ത് പോകണം. അപ്പോഴാണ് ഡയമീറ്റർ ആവുന്നത്. ഇനി റേഡിയസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് മാത്രമല്ല റേഡിയസ് വരിക. സെൻറ്റർ പോയിന്റിൽ നിന്നും നമ്മൾ ഈ സർക്കിളിൻ്റെ ഏതൊരു സൈഡിലോട്ട് ലൈന് വരച്ചാലും അതൊക്കെ റേഡിയസ് ആണ്. അതുപോലെ ഡയമീറ്റർ വരയ്ക്കുകയാണെങ്കിലും ഇങ്ങനെ മാത്രമല്ല, നമ്മൾ സെൻറ്റർ പോയിന്റിലൂടെ കടന്നു പോകുന്ന ഏതൊരു ലൈനും സെൻറ്റർ പോയിന്റിലൂടെ കടന്നു പോവുകയും നമ്മൾ സർക്കിളിൻ്റെ 2 സൈഡും ജോയിൻ ചെയ്യുന്ന ലൈനിനെ ഡയമീറ്റർ എന്ന് വരയ്ക്കും. അപ്പോൾ ഒരു സർക്കിൾ തന്നെ ഒരുപാട് ഡയമീറ്റേഴ്സ് ഉണ്ടായിരിക്കും, ഒരുപാട് റേഡിയസ് ഉണ്ടായിരിക്കും. പക്ഷേ അതിൻ്റെ എല്ലാ മെഷർമെൻറ്റും സെയിം ആയിരിക്കും. റേഡിയസ് 4 ആണെങ്കിൽ എല്ലാ റേഡിയസിൻ്റെ മെഷർമെൻറ്റ് 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഡയമീറ്റർ എങ്ങനെ ഡയമീറ്റർ കിട്ടുക? ഇപ്പോൾ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് 4 സെൻറ്റിമീറ്റർ ആണെന്ന് വെച്ചാൽ സർക്കിളിൻ്റെ പകുതിയാണ് ഈ 4 സെൻറ്റിമീറ്റർ. അപ്പോൾ സർക്കിൾ മുഴുവൻ എത്ര ഉണ്ടായിരിക്കും? 4ഉം ഇങ്ങോട്ടൊരു 4ഉം. ഇങ്ങോട്ട് റേഡിയസ് വരച്ച പോലെ ഇങ്ങോട്ട് റേഡിയസ് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് 4 സെൻറ്റിമീറ്റർ തന്നെയാണ്. അപ്പോൾ ടോട്ടൽ എത്ര സെൻറ്റിമീറ്റർ ആയി? ഇവിടെ ഒരു 4 സെൻറ്റിമീറ്ററും അതുപോലെ ഇവിടെ ഒരു 4 സെൻറ്റിമീറ്റർ ഉണ്ട്. ടോട്ടൽ 8 സെൻറ്റിമീറ്റർ ആയല്ലോ. അപ്പോൾ മെഷർ ചെയ്ത് നോക്കാം. ഈ ഒരു സെൻറ്ററിൽ നിന്ന് നമ്മൾ ഈ പോർഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 8 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ ഒരു ലൈന് ഈ സെൻറ്റർ പോയിൻറ്റിലൂടെ പാസ് ചെയ്യുകയും ഈ 2 എഡ്ജിൽ തട്ടുകയും ചെയ്താൽ ഡയമീറ്റർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ മുതൽ ഇതുവരെയാണ് ഡയമീറ്റർ. ഇതേ ഡയമീറ്റർ നമ്മൾ ഇങ്ങനെയും വരയ്ക്കാം. ഈ സർക്കിളിന് എത്ര ഡയമീറ്റർ വേണമെങ്കിൽ വരയ്ക്കാം. പക്ഷെ അതെല്ലാം
അപ്പോൾ ഈ പറഞ്ഞ പോലെ 8 സെൻറ്റിമീറ്റർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു റേഡിയസ് ആണ്. റേഡിയസ് ഉണ്ടല്ലോ, ഈ റേഡിയസ് 2 റേഡിയസ് തമ്മിൽ വരുമ്പോഴാണ് ഡയമീറ്റർ ആവുന്നത്. അപ്പോൾ ഇവിടെ 4 ആണ്. ഇപ്പോൾ 2 ഇൻറ്റു 4 8 അല്ലേ, 2 4 ഉണ്ട്, 2 ടൈംസ് 4 ആണ്. സോ ഇവിടെ ഡയമീറ്റർ 2 ഇൻറ്റു 4. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയമീറ്റർ കണ്ടെത്താൻ പറഞ്ഞു, റേഡിയസ് തന്നു, ഡയമീറ്റർ കണ്ടെത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, 2ൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി റേഡിയസ് തന്നു, നമുക്ക് ഡയമീറ്റർ തന്നു, എന്ത് റേഡിയസ് കണ്ടെത്തണം. അപ്പോൾ എന്ത് ചെയ്യണം, ഈ ഇക്വേഷൻ തന്നെ തിരിച്ചെഴുതാം. എന്ന് വെച്ചാൽ ഡയമീറ്റർ തന്നു, 8 തന്നു, അതിൻ്റെ റേഡിയസ് കണ്ടെത്തണം. അപ്പോൾ 2 റേഡിയസ് തമ്മിൽ ആഡ് ചെയ്താലാണ് ഡയമീറ്റർ കിട്ടുക. അപ്പോൾ ഡയമീറ്റർ 8 ആണെങ്കിൽ അതിൻ്റെ പകുതിയാണ് റേഡിയസ് വരുന്നത്. അപ്പോൾ 8ൻ്റെ പകുതി എത്രയാണ്, 4. ഫോർ എക്സാമ്പിൾ ഡയമീറ്റർ ഈസ് 10 സെൻറ്റിമീറ്റർ. നമുക്ക് റേഡിയസ് കണ്ടെത്തണം. അപ്പോൾ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഡയമീറ്ററിൻ്റെ പകുതിയാണ് അല്ലേ. അപ്പോൾ ഡയമീറ്റർ 10 ആണെങ്കിൽ അതിൻ്റെ പകുതി എത്രയാണ്, 10ൻ്റെ പകുതി 5. ഓക്കെ, അപ്പോൾ റേഡിയസ് 5 സെൻറ്റിമീറ്റർ ആണ്. ഡയമീറ്റർ 10 ആകുമ്പോൾ റേഡിയസ് 5 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. ഇനി നമുക്ക് റേഡിയസ് മാത്രം തന്നിട്ടുണ്ടെങ്കിലോ ഡയമീറ്ററിനെ കണ്ടെത്താം, 5 ഇൻറ്റു 2. ഓക്കെ, 5 ഇൻറ്റു 2 ചെയ്താൽ നമുക്ക് 10 കിട്ടും. ഇനി നമുക്ക് ഡയമീറ്റർ 12 തന്നു, 12 സെൻറ്റിമീറ്റർ. അപ്പോൾ റേഡിയസ് എത്രയായിരിക്കും, 12ൻ്റെ പകുതി 6 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇങ്ങനെയാണ് റേഡിയസും ഡയമീറ്റർ നമ്മൾ കണ്ടെത്തേണ്ടത്. നമ്മൾ സർക്കിൾ വരയ്ക്കാൻ പറയും. ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇങ്ങോട്ട് ഡ്രോ എ സർക്കിൾ ഓഫ് ഡയമീറ്റർ 6 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ 6 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ഉള്ള സർക്കിൾ വരയ്ക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കോമ്പസ് എടുത്തിട്ട് 6 സെൻറ്റിമീറ്റർ ആണോ വരയ്ക്കേണ്ടത്, അല്ല, 6ൻ്റെ പകുതി എടുത്തിട്ട് വേണം വരയ്ക്കാൻ. എന്ന് വെച്ചാൽ റേഡിയസ് വെച്ചിട്ടാണ് നമുക്ക് സർക്കിൾ വരയ്ക്കാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ ആ നമ്മൾ എന്ത് ചെയ്യണം, ഈ റേഡിയസ് കണ്ടെത്തണം. അപ്പോൾ ഡയമീറ്റർ 6 ആണെങ്കിൽ റേഡിയസ് എത്ര ആയിരിക്കും, 6ൻ്റെ പകുതി എത്രയാണ്, 3 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ റേഡിയസ് എന്ന് പറഞ്ഞത് 6ൻ്റെ പകുതിയാണ്. എന്ന് വെച്ചാൽ 6 ഡിവൈഡ് ബൈ 2. ഓക്കെ, ഹാഫ് ഓഫ് 6 എത്രയാണ്, 3 സെൻറ്റിമീറ്റർ. അപ്പോൾ 3 സെൻറ്റിമീറ്റർ എടുത്തിട്ട് വേണം നമ്മൾ സർക്കിൾ വരയ്ക്കാൻ. അപ്പോൾ 3 സെൻറ്റിമീറ്റർ എടുക്കുക. അപ്പോൾ ഇത് വരച്ച പോലെ തന്നെ കോമ്പസ് 3 സെൻറ്റിമീറ്റർ എടുത്തിട്ട് വേണം നമ്മൾ സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ റേഡിയസ് നമ്മൾ മാർക്ക് ചെയ്യണം. ഒരിക്കലും ഡയമീറ്റർ 6 തന്നു കഴിഞ്ഞാൽ 6 എടുത്തിട്ട് ഒരിക്കലും സർക്കിൾ വരയ്ക്കരുത്, അത് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല.